ചെക്കിൻ എല്ലാം കഴിഞ്ഞു. അതിനിടയ്ക്ക് കോമഡി ആയിരുന്നു. ബെൽറ്റ് അടിച്ചപ്പോൾ എനിക്ക് പാൻറ്റ് നല്ല ലൂസായിരുന്നു, അവളെ പിടിച്ചോണ്ടിരിക്കേണ്ടി വന്നു. പിന്നെ നമ്മുടെ മീലായിട്ട് നമ്മൾ കാർബ് ഫില്ല് ചെയ്യാൻ നല്ല റൈസ് കേക്ക്സ് ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഫുള്ള് പ്രോട്ടീൻ ഗോൾസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല കുക്ക് ചെയ്ത ബീഫും പാക്ക് ചെയ്തിട്ടുണ്ട്. This is our first flight together. Welcome on board. Same to you. Let's fly to Luton. ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ നല്ല മോശമാണെന്ന് കേട്ടെ. മഴയും തണുപ്പും കാറ്റും ഒക്കെയാണെന്ന് കേട്ടെ. ഒരു കുഞ്ഞിക്കുടയുണ്ട് നമ്മുടെ ബാഗിൽ. പിന്നെ ജാക്കറ്റായിട്ട് വേറൊന്നും എടുത്തിട്ടില്ല, ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്നാ പ്ലാൻ? നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അതെ റോം അറൗണ്ട് ചെയ്യണം. കാരണം നമ്മുടെ ഹോട്ടലിലെ ചെക്ക് ഇൻ ടൈം ഓൾമോസ്റ്റ് 2 മണിക്കാണ്. എനിക്ക് 1 മണിക്കാണ് ഫസ്റ്റ് സ്റ്റാനിങ് നടക്കുന്നത്. അപ്പം 6:30-7 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ചെല്ലും. എന്നിട്ട് ഒരു ഉച്ച വരെ നമ്മളെവിടെയെങ്കിലും കറങ്ങി നടക്കണം. അതുവരെ ഞാനിങ്ങനെ ഈ ഫുഡും കുറിച്ചുകൊണ്ട് നടക്കും. അതിനിടയ്ക്ക് വല്ല എന്തെങ്കിലും കുടിക്കാനൊക്കെ കയറണം, എവിടെയെങ്കിലും വെള്ളം അല്ലെങ്കിൽ മറ്റേ ടെസ്കോ അങ്ങനത്തെ എന്തെങ്കിലും കടകളിൽ കയറി തേങ്ങാവെള്ളം മേടിക്കണം. ഇലക്ട്രോലൈറ്റ് ബൂസ്റ്റിംഗ്. ഞാൻ പാക്ക് ചെയ്തതിൽ കുറച്ച് ബീഫും ഈ റൈസ് കേക്കും കഴിക്കുന്നുണ്ട്. നീ എന്നെ ചൂസ് ചെയ്യുന്നേ? ചിക്കൻ ഐറ്റംസ് ആണ് ഇഷ്ടം. സ്പൈസി മയോ കിങ് ചിക്കൻ. ടീ ഇടാൻ വരട്ടെ? അതിന് പിന്നെ തന്നെ ഇട്ടു. ടീ വേണോ? ഓക്കെ, കണ്ടിന്യൂ, പ്രൊസീഡ്. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്ത് എയർപോർട്ടിനകത്ത് തന്നെയാണ് ഇപ്പോഴും. ഓക്കെ, അത് നമുക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്ത് ഇപ്പോഴും എയർപോർട്ടിനകത്ത് തന്നെ. ഇവരൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്കുള്ള സമയങ്ങൾ ഇവിടെ ഇപ്പോൾ ബർഗർ കിങ്ങിലാണ്. ഞാനൊരു ചായ മാത്രം മേടിച്ചു. ഇവിടുത്തെ ഒരു ബർഗർ മേടിച്ചു. അപ്പോൾ എനിക്കിപ്പോഴും ഇത്ര റൈസ് കേക്ക്സ് ഇരിപ്പുണ്ട് ഇന്നത്തേക്ക് ഫുള്ള്. ഒരുമാതിരി ഇപ്പം എന്നാ പറയുന്നത്, നമ്മൾ കാറ്റ് കയറിപ്പോയെന്ന് പറയത്തില്ല, ആ ഒരു രീതിയിലായിട്ടുണ്ട്. എങ്കിലും അകത്ത് പഴം ഉള്ളതുകൊണ്ട് വലിയ സീനില്ല. ഞാനിപ്പം കൊണ്ടുവന്ന ബീഫിൽ ഒരു പോർഷൻ ഇപ്പം കഴിക്കാനാണ് പ്ലാൻ. ഒരു ചെറിയ പോർഷൻ. ഇതാണ് നമ്മുടെ ചായ. വെറും പച്ചവെള്ളം ടീ ബാഗ് തന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ എന്താ പറയണത്, 0 കാലറി എന്ന് പറയുമ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. അല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണമായിരുന്നു. വഞ്ചന. എങ്ങനെയുണ്ട്? ഫുഡ് കൊള്ളാമോ? എനിക്കേ ഉള്ളൂ ബാഡ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അധികം നേരത്തെ പുറത്തിറങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ സമയം 8 മണിയായിട്ടേ ഉള്ളൂ. അതെ, നമ്മുടെ ചെക്കിൻ ടൈം 2 മണിക്കാണ്. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പുറത്ത് മഴയാണ്. അല്ലെങ്കിൽ ഇനി എവിടെയെങ്കിലും കറങ്ങി നടക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം. സോ ഈ ഒരു പോയിന്റിൽ നമുക്ക് കുറച്ച് ബീഫ് കഴിക്കാം. നമ്മളപ്പം എയർപോർട്ടിലെത്തിയിട്ട് അറൗണ്ട് 1.5-2 മണിക്കൂറായി. കാരണം പുറത്ത് നല്ല മഴയായിരുന്നു. നമുക്ക് ഇറങ്ങിയിട്ടും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനുമില്ല. ഇവിടുത്തെ കടകളെല്ലാം തുറന്നു വരുന്ന സമയമാകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുടിക്കാൻ വെള്ളം, കോക്കനട്ട് വാട്ടർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ഇപ്പോൾ പ്രസൻ്റ് ഞങ്ങൾ ജസ്റ്റ് ടൈം കളയാൻ വേണ്ടി ഇതിനകത്ത് തന്നെ ഒരു ഷോപ്പിന് തിരിക്കുകയാണ്. ചായ മേടിച്ചാൽ കട തന്നെ ഇരിക്കുക. അപ്പം ഞാൻ ഈ ഒരു ടൈമിൽ ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാണിക്കാം. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഡാവിഞ്ചി റിസോൾവ് ആണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ക്യാം എന്ന് പറയുന്നത് ഓസ്മോ പോക്കറ്റ് 3 ആണ്. അപ്പം ഈ ഒരു പോയിന്റിൽ അത്യാവശ്യം ചാർജ് നിൽക്കുന്നുണ്ട്. നേരത്തെ എൻ്റെ കയ്യിൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയിരുന്നു. പക്ഷേ ഗെയിം കളിക്കുന്നത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലാപ്ടോപ്പിൽ എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ലൈറ്റ് വെയിറ്റ് ആണ്, ഇത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ചാർജാണല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓൺ ദ ഗോ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോസ് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് നേരം കൂടെ നമ്മളിവിടെ ഇരുന്നിട്ട്, അപ്പുറത്തെ ഇവിടെ ഒരു പിയാനോ ഉണ്ടായിരുന്നു, പിയാനോ
പ്ലേ ചെയ്ത് ടച്ച് വിട്ടുപോയി എങ്കിലും നമ്മൾ ഒരു കൊച്ചവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ കൊച്ചവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെന്നിട്ട് നമ്മളവിടെ നിന്ന് പിയാനോ കളിക്കും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ 10 മണിയാകുന്നേ ഉള്ളൂ. ഇനി 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ എവിടെയും അടുത്ത എന്തെങ്കിലും സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിൽ മാത്രം നമ്മൾ നേരത്തെ ഇറങ്ങും. ഇവളൊക്കെ പിയാനോ പഠിച്ചതാണ്. ലൈക്ക് നോട്ട്സ് വെച്ച് വായിക്കാൻ അറിയാം. നമ്മളൊക്കെ മറ്റേ കാണാതെ കേൾക്കുന്ന സാധനം എന്താണ് അത് വെറുതെ വായിച്ചുള്ള ശീലമേ ഉള്ളൂ. പ്രൊസീഡ്. നൗ നമ്മൾ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആണ്. നമ്മളിവിടെ നിന്ന് എങ്ങോട്ട് പോകണം എന്നുള്ളത് ഇനി വേണം തീരുമാനിക്കാൻ. യു ഹാവ് എനി പ്ലാൻസ്? So we are going to the city. നമ്മളപ്പോൾ ഗൂഗിൾ മാപ്സ് ആദ്യം. ഓക്കെ, സിറ്റി പോകുന്നു, ഗൂഗിൾ മാപ്സ് എടുക്കുന്നു. ഒരു ഫ്ലൈറ്റ് അല്ലേ കേളപ്പേട്ട ആ പോയത്? ഓക്കെ, ഇപ്പോൾ ആകെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. ദർ ഇസ് ദ സെയിൻറ്റ് മേരീസ് ചർച്ച് വിച്ച് ഇസ് ആക്ച്വലി ഫേമസ്. ഇവിടെ പള്ളിയിൽ പോകാം. പള്ളിയിൽ ആദ്യം പോയിട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് ബസ് കയറി. ചർച്ച് എന്നുള്ള പ്ലാനല്ല, നമ്മൾ മിക്കവാറും സ്ട്രൈറ്റ് ഇപ്പം നമ്മൾ ടാൻ അടിക്കുന്ന സ്ഥലത്തോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. ആ ഒരു ഏരിയ തന്നെ കറങ്ങി നടക്കാമെന്ന് ഓർത്തു. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ബസ് കയറി എന്നാലും അങ്ങോട്ട് പോകണ വഴിക്ക് ബാക്കി ഇനി ഓൺ ദ വേ വേണം ഡിസൈഡ് ചെയ്യാൻ. പിന്നെ ഇപ്പോൾ സമയം 10:30 ആകുന്നേ ഉള്ളൂ. ഇപ്പോൾ അറൗണ്ട് ഒരു 11 മണി 11:30 ആകുമ്പോൾ നമ്മളവിടെ ചെല്ലും. അത്ര നേരത്തെ ചെല്ലേണ്ട കാര്യമില്ല, കാരണം 1 മണിയൊക്കെ ആകുമ്പോഴാണ് എന്നോട് ചെല്ലാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പം ചെന്നാൽ മതിയായിരിക്കണം. നേരത്തെ എന്നിട്ട് കാര്യമില്ലായിരിക്കും. അവിടെ അടുത്തെന്തെങ്കിലും കടയുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കണം. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം, കാരണം വെള്ളം കൂടി കുറവാണ്. അപ്പോൾ അത്യാവശ്യം കാർബ് ലോഡ് ചെയ്തേക്കുന്നതുകൊണ്ട് വെള്ളം കൂടി ഇച്ചിരി ചെല്ലണം. ബാക്കി എങ്ങനെയാണ് പ്ലാൻ എന്നുള്ളത് ഓൺ ദ വേ ഡിസൈഡ് ചെയ്യുകയാണ്. അത്യാവശ്യം ടിക്കറ്റിനൊക്കെ എക്സ്പെൻസീവാണ്. ഒരാൾക്ക് 3 പൗണ്ട് വരുന്ന രീതിയിൽ. വലിയ കുഴപ്പമില്ല. നല്ല ഇവിടുത്തെ സിറ്റി നോക്കുമ്പോഴും അത്ര ഭയങ്കരമായിട്ട് പറയാനും ഇല്ല. ഓക്കെയാണ്. ബാക്കി എക്സ്പെൻസ് എങ്ങനെ വരും എന്നുള്ളത് നോക്കിയിട്ട് വേണം ഇനി എല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ. നമ്മൾ നിൽക്കുന്ന സിറ്റിയെ കമ്പയർ ചെയ്യുമ്പം ഇവിടുത്തെ ബസ് ട്രാവൽ ചെയ്യുന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നതിൽ നമുക്കവിടെ ട്രാംസ് ഉണ്ട്. ട്രാംസ് എന്ന് പറയുമ്പോൾ റോട്ടിൽ നിന്ന് സെപ്പറേറ്റ് മാറിയായിരിക്കും അത് റണ്ണാകുന്നത്. പക്ഷേ ട്രാംസിന് വേണ്ടി തന്നെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ റെയിൽവേ ട്രാക്കില്ല. റെയിൽവേ ട്രാക്ക് പോലെ തന്നെ ഒരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. പക്ഷേ ഇവിടെ അതുപോലെ ഇപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബസ് റണ്ണാകുന്നൊരു സെപ്പറേറ്റ് ട്രാക്കിലാണ് അതുപോലെ. അപ്പം കറക്റ്റ് 2 വീല് പോകാനുള്ള 2 വീല് അപ്പുറത്തും ഇപ്പുറത്തും കറക്റ്റ്, ബാക്കി ഫുള്ള് പുല്ല് വെച്ചേക്കുവാണ് അപ്പുറത്തോട്. അപ്പോൾ ഓവർടേക്കിംഗ് ഒന്നും പറ്റത്തില്ല. എനിക്കിത് മനസ്സിലാകാത്തത്, ഇവിടെ വണ്ടി ബ്രേക്ക് ഡൗൺ വല്ലതും ആയി കഴിഞ്ഞാൽ ലൈക്ക് ബാക്കി വരുന്ന ബസ്സുകൾ മാത്രമേ വഴിക്ക് അത് ട്രാവൽ ചെയ്ത് കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഫുൾ ഓപ്പണാണ്. അപ്പുറത്തുനിന്നാണെങ്കിലും അപ്പുറത്തുനിന്ന് ഇപ്പം ഈ ഒരു സൈഡ് കണ്ടോ, ഇവിടെ ഫുള്ള് ഫുട്പാത്തും ഇത് ബസ്സിന് വേണ്ടി മാത്രം പോകാൻ വേണ്ടിയുള്ള അങ്ങോട്ടൊരു 1 വേയും. ഇപ്പോൾ പുറകിലാണെങ്കിൽ കുറച്ച് ബസ്സുകൾ കാണും. അപ്പോൾ ഓവർടേക്കിംഗ് ഒന്നും പറ്റത്തില്ല. അപ്പുറത്തെ സൈഡിലാണെന്നും അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികളുടെ പുറകെ ബസ്സുകൾ വരും. അപ്പോൾ അത് അവരുടേതായ സമയത്തിന് അവർ സ്റ്റോപ്പിൽ ചെല്ലുന്നു. അത് കഴിഞ്ഞ് അവർ മുന്നോട്ട് പോകുന്നു. നമ്മൾ ഓരോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഇറങ്ങുന്ന പോലെ ഓരോ ബസ് സ്റ്റോപ്പ് ഇവിടെ വെച്ചേക്കുന്നു. ഒരു കട തപ്പി നടന്ന് ഫൈനലി ഹിയർ വി ആർ അറ്റ് കോസ്കോ. പുറത്ത് നല്ല മഴയായിരുന്നു. നമ്മളപ്പോൾ കുറച്ച് നേരം ആദ്യം നമ്മളൊരു സ്റ്റോറിൽ പോയി. അവിടെ മറ്റേ സ്റ്റേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് ഓർത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഇപ്പോഴാണ് ഓർത്തത് ഇവിടുത്തെ ലഞ്ച് ടൈം ആ ഒരു സമയമാകുമ്പോഴേ അങ്ങനത്തെ ഫുഡുകളൊക്കെ കൊടുക്കുകയുള്ളൂ. അതിന് മുന്നേ ഉള്ളതെല്ലാം നമ്മൾ അടിപ്പോൾ പറയത്തില്ലേ, ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ നമ്മൾ അപ്പം കടലക്കറി ആ സാധനങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി ഉച്ചയാകുമ്പോൾ റെഡി ആവുമെന്ന് പറയത്തില്ലേ, അതുപോലൊന്നും റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അവളിപ്പോൾ ഇവിടെ കഴിക്കാൻ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ വീണ്ടും കുറച്ച് റൈസ് കേക്ക്സും നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ബീഫിൻ്റെ ബാക്കി ഒരു കുറച്ച് പോർഷനും കൂടെ കഴിക്കും. അങ്ങനെ ഹിയർ വി ആർ. ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ടാനിങ്ങിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം 1/4 മണിക്കൂറിനുള്ളിൽ അത്യാവശ്യം നമുക്ക് അകത്ത് കയറേണ്ട സമയമാകും. ഇവിടെ തന്നെയായിരുന്നു വെട്ടുന്നുള്ളത്. അത്യാവശ്യം നമുക്ക് അകത്ത് കയറേണ്ട സമയമാകും. രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അത്യാവശ്യം ആൾക്കാർ പുറത്ത് വന്ന് ഇപ്പോൾ ഉണ്ട്. അകത്തും കുറേ ക്യൂ ഉണ്ട്. അപ്പോൾ പ്രൊസീജിയേഴ്സ് എങ്ങനെ നമുക്കൊരു ഐഡിയ ഇല്ല. അകത്ത് ഫിലിം ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഫിലിം ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ നമുക്കിനി ടാനൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ടാൻ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടാൻ അടിക്കുമ്പം ഒരു കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു, മുഖത്ത് വരെ ടാൻ അടിക്കും എന്നുള്ളത്. നമ്മൾ വേറൊരു കളറായിരിക്കുന്നു. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടെ അത്യാവശ്യം വന്നവർ
അതിൽ ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരാൾ വന്ന് അടിപൊളി ചെസ്റ്റാണെന്ന് പറഞ്ഞു. അതിലാണ് ഞാൻ ഞെട്ടിപ്പോയത്. അപ്പോഴേ ഞാൻ ഓർത്തു, നമുക്കിപ്പം പേഴ്സണലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും വീക്ക് പോയിൻ്റായിട്ട് തോന്നുന്ന ഒന്നാണ് നമ്മുടെ ചെസ്റ്റ്. അത് വന്ന് അടിപൊളിയാണെന്ന് പറയണമെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് നേരം ആകാശത്തൊക്കെ ആയിരുന്നു. കഴിഞ്ഞ് പയ്യെ ഇങ്ങനെ താഴെ ഇറങ്ങി വന്ന്. ഇനി ഇതുവരെ ഫുള്ള് കോമ്പറ്റീറ്റീവ്സ് അതിനകത്ത് ടാനിങ്ങിന് വന്നിട്ടില്ല. ഇപ്പോൾ ഉള്ളതിൽ വന്നവരെല്ലാം അത്യാവശ്യം നൈസാണ്. അതിൽ കുറച്ച് കുഞ്ഞിപ്പിള്ളേർ, കുഞ്ഞിപ്പിള്ളേരെന്നല്ല, ഒരു ടീനേജേഴ്സ് ഇറങ്ങുന്ന ഇതുണ്ടല്ലോ, അവരുടെ കാറ്റഗറി നല്ല രസമുണ്ടാകും. അവരെ കാണാൻ നല്ല നല്ല സൈസാണ്. കാരണം ഇത്ര നേരത്തെ തന്നെ അവർക്ക് ഇൻഫർമേഷൻസ് എല്ലാം കിട്ടി. ഇത്ര അടിപൊളിയായിട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ കേജ് ആകുമ്പോഴത്തേക്കും അവർ വേറെ ലെവലാവും. അപ്പോൾ എനിക്കിനി കാറ്റഗറി ഏതാണെന്നുള്ളതും നമ്മുടെ ചെസ്റ്റ് നമ്പർ അവരിപ്പോൾ തന്നെ തരും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അടുത്ത ക്യൂവിലോട്ട് പോവുകയാണ്. ടാനിങ്ങിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നില്ല ക്യാമറ എടുക്കാൻ പറ്റുമെന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുക്കാഞ്ഞത്. അപ്പം ടാനിങ് കഴിഞ്ഞു. ഇതിപ്പം കളറൊക്കെ ഉണ്ടോ, അതുകൊണ്ട് നമ്മളിപ്പം ഓവർ സൈസ് സാധനം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പിറക്കിക്കൊണ്ട് നമ്മുടെ ഹോട്ടൽ റൂമിൽ കൊണ്ട് ഇടണം, ഇല്ലെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചുമന്നുകൊണ്ട് നടക്കണം. അപ്പം ഞാൻ പോയി ബാഡ്ജും കാര്യങ്ങളും കാറ്റഗറിയുടെ ഇതെല്ലാം സെറ്റാക്കിയിട്ട് വരാം. നമ്മൾ ടാനിങ് കഴിഞ്ഞു, രജിസ്ട്രേഷനും കഴിഞ്ഞു. അപ്പോൾ രജിസ്ട്രേഷനിൽ നമുക്ക് അവരവിടെ ഇത് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇടണമെന്നുള്ളതുകൊണ്ട് ഷൂസ് അഴിച്ച് മാറ്റിയതിൻ്റെയാണ്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് നമ്പർ, നമ്മുടെ ലക്കി നമ്പർ സാധാരണ 35 ആയതുകൊണ്ട് 35 കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അത് പ്രീഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അതുകൊണ്ട് ചേഞ്ച് ചെയ്യത്തില്ല. അതുപോലെ ബാക്കി ഡിവിഷൻ എല്ലാം കാറ്റഗറി ഉണ്ട്. നമ്മുടേതിന് മാത്രം എന്നുവെച്ചാൽ ഡിവിഷൻസ് ഉണ്ട്. അതായത് ഇന്ന വെയിറ്റ് കാറ്റഗറി, ഇന്ന ഹൈറ്റ് കാറ്റഗറി, അങ്ങനെ ഡിവിഷൻസ് ഉണ്ട്. പക്ഷേ നമ്മുടേതിന് മാത്രം ഡിവിഷൻസ് ഇല്ല. ക്ലാസ്സിക് ഫിസിക് എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ് ഫിസിക് ഒരുമിച്ചായിരിക്കും, ആൾക്കാർ കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ചെസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 79 ആണ്. പിന്നെ അവർ നമുക്ക് എക്സ്ട്രാ തന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇത് ഏതാ ബ്രാൻഡ്, പെർഫോം എന്നായിരിക്കണം. PR പിന്നെ ഒരു 4 പിന്നെ M, പെർഫോം ന്യൂട്രീഷൻ എന്നായിരിക്കണം. പിസ്റ്റൺ ഓക്കെ. അപ്പോൾ അവരുടെ ഒരു സ്കൂപ്പ് എടുക്കാൻ പറ്റുന്നൊരു വേ പ്രോട്ടീൻ കിട്ടിയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇന്നത്തെ മീൽസിന് വേണ്ടി നമുക്ക് സിമ്പിളാക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ട്. ഇതെന്നതാ, കുക്കീസ് ആൻഡ് ക്രീം, വേറൊരു പ്രോട്ടീൻ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് വാനിലയുടെ ഒരു പ്രോട്ടീൻ കിട്ടിയിട്ടുണ്ട്. ഇതെന്നതാ, ഇത് പ്രീ വർക്കൗട്ട്. ഇപ്പോൾ നമ്മളിന്ന് വർക്കൗട്ടില്ലാത്തതുകൊണ്ട് ഇത് എടുക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ നമുക്കിതൊരു കുറച്ച് നാളെ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് ഇത് കുടിക്കാം. കാരണം ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യും നമുക്ക് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഒത്തിരി വേണ്ട. പിന്നെ നമുക്ക് ഒരു ചോക്ലേറ്റിൻ്റെ വേ പ്രോട്ടീനും ഉണ്ട്. പിന്നെ ഫൈനലി പറയാനുള്ളത്, ഇതിനകത്ത് ഒരു സാധനം കൂടെ ഉണ്ട്. അതാണ് എനിക്കിപ്പം ആവശ്യം ഉണ്ടായിരുന്നത്. അത് ഹൈഡ്രേഷൻ ഇലക്ട്രോലൈറ്റ് ഷോട്ട്. കാരണം ഇതുവരെയുള്ള വെള്ളം കുടി എന്ന് പറയുന്നത് എല്ലാം കൂടി 500 ml എങ്ങാണ്ടേ കുടിച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ കാർബ് ലോഡ് ചെയ്തതിനെ ബേസ് ചെയ്ത് ഞാൻ അറ്റ്ലീസ്റ്റ് 3 liters ഒന്ന് കുടിച്ച് തീർത്തിരിക്കണം. അത് ഒറ്റയടിക്കല്ല, സിപ്പ് ചെയ്ത് ഒറ്റയടിക്ക് കുടിച്ച് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ലെയറിനടിയിൽ വെള്ളം കയറി നാളത്തേക്ക് അത് ബ്ലോട്ടായി കിടക്കും. പകരം ഇന്ന് മാക്സിമം ഒരു 8 മണി 9 മണിക്ക് മുന്നേ 3 ലിറ്റർ ഫിനിഷ് ചെയ്യണം. അതുകൊണ്ട് ഇതും കുടിക്കണം. എനിക്ക് അറൗണ്ട് 2.5 liters വേറെ വെള്ളം കുടിക്കുകയും വേണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാം. ഈ സാധനങ്ങളെല്ലാം കൊണ്ട് വെക്കണം. ഒത്തിരി ഇട്ടുകൊണ്ട് നടക്കാൻ വയ്യ. മാത്രമല്ല അത്യാവശ്യം ചൂടുണ്ട് ഇപ്പോൾ പുറത്ത്. ഇത്രയും ചൂട് പ്രതീക്ഷിച്ചില്ല. അധികം വേർക്കരുതെന്നുണ്ട് റാനിങ് കഴിഞ്ഞ്. അപ്പോൾ ഇനി ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. ഇന്നാണെങ്കിൽ പതിവില്ലാതെ ഭയങ്കര വെട്ടവും നല്ല വെയിലും നല്ല ചൂടും, കാറ്റുമില്ല, തണുപ്പുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പുറത്തിറങ്ങിയധികം വേർത്തൊലിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല എനിക്കിങ്ങനെ ബാഗ് ഇട്ടുകൊണ്ട് നടക്കുന്തോറും എൻ്റെ ടാനിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഹോട്ടലിലോട്ട് നേരെ പോകാമെന്ന് ഓർത്ത്. ഹോട്ടലിൽ കൊണ്ട് സാധനങ്ങളെല്ലാം വെച്ചിട്ട് വേണം ഇനി പുറത്തോട്ടിറങ്ങാൻ. അതും ഒത്തിരി ചൂടുള്ളത്തോടെ കറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ നാളെ ഒരു 2ാം രാണിക്കും എല്ലാം ശരിയാക്കും. ബട്ട് സ്റ്റിൽ മാക്സിമം കളയാൻ പറ്റാത്ത അത്രയും രീതിയിൽ വൃത്തിക്ക് വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സോ ഹിയർ വി ആർ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ എന്ന് പറയുന്നത്, ഹൈവേ മാൻ. ഞാനൊരു കൺട്രി സൈഡ് ഒരു പബ്ബ് അങ്ങനത്തെ ഒരു തീമുണ്ടല്ലോ, ഒരു അത്യാവശ്യം ഭയങ്കര ഒരു റിച്ച് ഹോട്ടൽ എന്നുള്ള വൈബിലല്ല. പക്ഷേ ഞാനീ പറഞ്ഞ ഒരു വില്ലേജിലൊക്കെ നിൽക്കുന്നൊരു വൈബ്, ഇവിടുത്തെ വില്ലേജ് സൈഡിലെ കൺട്രി സൈഡ് ഒരു സ്റ്റൈല് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തത് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഇവിടുന്ന് അത്യാവശ്യം ലെറ്റ്സ് സേ 10 to 15 മിനിറ്റ്സിന് 10 മിനിറ്റോളായിരിക്കണം. ബസ് കയറി കഴിഞ്ഞാൽ 10 മിനിറ്റോട് നമുക്ക് നമ്മുടെ സ്റ്റേജിലോട്ട് പോകാനും പറ്റും. അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കയറി ചെന്നത് ഇവിടുത്തെ പബ്ബ് അഥവാ ഇവിടുത്തെ ബാറിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു. ബട്ട് നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നതാണ്ടേ ഇവിടെയായിരുന്നു, റിസപ്ഷൻ ഇവിടെയായിരുന്നു.
സോ ഹിയർ വി ആർ ഫൈനലി നമ്മുടെ റൂമിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വ്യൂ ഒക്കെ ഇനി കുറച്ച് കഴിഞ്ഞ് നോക്കണം. റൂം നമ്പരും നമ്പർ 35 തന്നെ കിട്ടി. ദാറ്റ്സ് മൈ ലക്കി നമ്പർ. അപ്പോൾ അതുപോലെ ഒരു കാര്യം കൊണ്ട് നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ അവരോട് ചോദിച്ചു, ബൈ എനി ചാൻസ് എനിക്ക് എൻ്റെ നമ്പർ യൂസ് ചെയ്യാൻ പറ്റുമോ, ലൈക്ക് ചെസ്റ്റ് നമ്പർ. അത് ഓൾറെഡി പ്രീഫിക്സ്ഡ് ആണ്, മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ 35 തന്നെ അവിടെ നിന്നും ബുക്ക് ചെയ്യാൻ. പണ്ട് ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് ലക്കി നമ്പർ ഐഡിയും കൊണ്ട് നടക്കുന്നതാണ് 35. അതുകൊണ്ടാണ് എൻ്റെ പ്രൊഫൈൽ നെയിമിൽ പോലും ഒരു 35 കിടക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിലുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. യൂട്യൂബിൽ മിക്ക ഡാർക്സ് മാത്രമാണുള്ളൂ. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റൈസ് കേക്ക്സ് ഉണ്ട്. അപ്പോൾ ആ റൈസ് കേക്ക്സ് കഴിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുടിക്കണം. പിന്നെ എന്നാ ഉള്ളത്, ഏറെക്കുറെ അത്രേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് സപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് രാത്രിത്തേക്ക് ഒരു നേരത്തേക്ക് മാത്രം സപ്ലിമെൻറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഡ്രസ്സ് മാറാനൊന്നുമില്ല, ഇത് തന്നെ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുളിയൊന്നുമില്ല, കുളിക്കാൻ പറ്റത്തില്ല. പറ്റുവാണെങ്കിൽ ഞാൻ പോസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എവിടെയെങ്ങാനും. നമ്മൾ ട്രൈപോഡൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ടാൻ അടിച്ച് കഴിഞ്ഞ് പോസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പരിപാടിയും കഴിഞ്ഞു. ഇനി ഞാൻ എഡിറ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. എഡിറ്റിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത് വീണ്ടും കാണിക്കാം, ഡാവിഞ്ചി റിസോൾവ്. സോ ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. മോസ്റ്റ്ലി ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോകുമായിരിക്കും. സോ അതായിരിക്കും മറ്റൊരു വ്ളോഗ്. അതുവരേക്കും ബൈ ബൈ.